വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പുതിയ വഖഫ് ഭേദഗതി ബിൽ ഇന്നലെ പാർലമെന്റ് പാസാക്കി. വഖഫ് ക്രയവിക്രയങ്ങൾ സുതാര്യമാവുമെന്ന് ഭരണപക്ഷവും മുസ്ലിം സ്വത്തുവകകൾ അന്യാധീനപ്പെടുമെന്ന് പ്രതിപക്ഷവും ബില്ലിനെ പിന്തുണച്ചും എതിർത്തും തങ്ങളുടെ വാദങ്ങൾ നിരത്തി. വഖഫ് എന്നാലെന്ത്? ലളിതമായി പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ സ്വത്തുക്കൾ ദാനമായി നൽകി പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. പള്ളികൾ, മദ്രസകൾ, അഗതി മന്ദിരങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കാലങ്ങളായി നിലനിന്നിരുന്ന വഖഫ് നിയമങ്ങളിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പുതിയ ബിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഈ ഭേദഗതിയിലൂടെ വഖഫ് ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാവുമെന്ന് സർക്കാർ അഭിപ്രായപ്പെടുന്നു. വഖഫ് സംബന്ധിയായ തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ട്രൈബ്യൂണലുകൾക്ക് കൂടുതൽ അധികാരം നൽകും. വഖഫ് സ്വത്തുക്കളുടെ രേഖകൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുമെന്നും കരടിൽ പറയുന്നു. മുഴുവൻ വഖഫ് സ്വത്തുക്കളുടെയും വിവരങ്ങൾ ഒരു കേന്ദ്രീകൃത പോർട്ടലിൽ ലഭ്യമാക്കുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുമെന്നും വിലയിരുത്തുന്നു. സുപ്രധാനമായ ഒരു മാറ്റം വഖഫ് സ്ഥാപനങ്ങളുടെ ഭരണസമിതികളിൽ ഇനിമുതൽ ഇസ്ലാം മതവിശ്വാസിയില്ലാത്തവരെയും ഉൾപ്പെടുത്താൻ സാധിക്കും എന്നതാണ്. വഖഫ് സ്വത്തുക്കളുടെ സർവേ നടത്തുന്നതിൽ ഗവൺമെന്റിന്റെ മേൽനോട്ടം വർദ്ധിപ്പിക്കുമെന്നതാണ് മറ്റൊന്ന്. ഇതിലൂടെ വഖഫ് ഭൂമികളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്താനും അനധികൃത കൈവശപ്പെടുത്തലുകൾ തടയാനും സാധിക്കുമെന്ന് JPC റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം വഖഫ് സ്ഥാപനങ്ങൾ വഖഫ് ബോർഡിലേക്ക് നൽകേണ്ടിയിരുന്ന നിർബന്ധിത വിഹിതം 7% നിന്ന് 5% കുറച്ചു എന്നതാണ്. എന്നാൽ 1,00,000-ൽ കൂടുതൽ വരുമാനമുള്ള സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിയോഗിച്ച ഓഡിറ്റർമാർ വഴി ഓഡിറ്റ് നടത്തേണ്ടതായി വരും. കൂടാതെ സ്ത്രീകൾക്ക് അവരുടെ അനന്തരാവകാശം ലഭിച്ചതിന് ശേഷമേ സ്വത്തുക്കൾ വഖഫ് ചെയ്യാൻ സാധിക്കൂ. വിധവകൾക്കും വിവാഹമോചിതരായ സ്ത്രീകൾക്കും അനാഥർക്കും പ്രത്യേക പരിഗണന നൽകും.